ഓം ശാന്തി. 22/2/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 5/2/2009 മധുബൻ. സേവനം ചെയ്യവേ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലൂടെ ഫരിസ്ത സ്ഥിതിയുടെ അവസ്ഥയിൽ ഇരിക്കൂ. അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ 3 രൂപങ്ങൾ നോക്കുകയാണ്. ഏതുപോലെ ബാബയുടെ 3 രൂപങ്ങൾ അറിയാവുന്നതാണ്, അതേപോലെ കുട്ടികളുടെയും 3 രൂപങ്ങൾ നോക്കുകയാണ്. അത് ഈ സംഗമയുഗത്തിൻ്റെ ലക്ഷ്യവും ലക്ഷണവുമാണ്. ആദ്യത്തെ സ്വരൂപമാണ് ബ്രാഹ്മണൻ, രണ്ടാമത്തേത് ഫരിസ്ത, മൂന്നാമത്തേത് ദേവത. ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്ത, ഫരിസ്തയിൽ നിന്നും ദേവത. അപ്പോൾ വർത്തമാന സമയത്ത് ഇപ്പോൾ വിശേഷിച്ച് ഏതൊരു ലക്ഷ്യമാണ് മുന്നിലുള്ളത്? കാരണം ഫരിസ്തയാകാതെ ദേവതയാകുവാൻ സാധിക്കില്ല. അപ്പോൾ വർത്തമാന സമയവും സ്വയം തൻ്റെ പുരുഷാർത്ഥവും അനുസരിച്ച് ഇപ്പോൾ ലക്ഷ്യം ഫരിസ്ത എന്നതാണ്. സംഗമയുഗത്തിൻ്റെ സമ്പന്ന സ്വരൂപം ഫരിസ്തയിൽ നിന്നും ദേവതയാവുക എന്നതാണ്. ഫരിസ്തയുടെ പരിഭാഷ അറിയുന്നുമുണ്ട്. ഫരിസ്ത എന്നാൽ പഴയ ലോകത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും, സങ്കല്പത്തിൽ നിന്നും ഭാരരഹിതം ആയിരിക്കുക. പഴയ സംസ്കാരങ്ങളിൽ നിന്നെല്ലാം ഭാരരഹിതമാകണം. കേവലം തൻ്റെ സംസ്കാരത്തിലും സ്വഭാവത്തിലും ലോകത്തിലും ഭാരരാഹിത്യം പോരാ. എന്നാൽ ഫരിസ്ത എന്നതിൻ്റെ അർത്ഥമാണ് സർവരുടെയും സംബന്ധത്തിൽ വരുമ്പോൾ സർവരുടെയും സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും ഭാരരഹിതം. ഈ ഭാരരാഹിത്യത്തിൻ്റെ അടയാളം എന്താണ്? ആ ഫരിസ്തയായ ആത്മാവ് സർവർക്കും പ്രിയപ്പെട്ടവർ ആയിരിക്കും. ചിലർക്ക് പ്രിയപ്പെട്ടവരല്ല, സർവർക്കും പ്രിയപ്പെട്ടവർ. ഏതുപോലെ ബ്രഹ്മബാബയെ ഓരോരുത്തരും എൻ്റേത് എന്ന് കരുതുന്നു, എൻ്റെ ബാബ എന്ന് പറയുന്നു. ഇപ്രകാരം ഫരിസ്ത എന്നാൽ സർവരുടെയും പ്രിയപ്പെട്ടവർ. ചില കുട്ടികൾ വിചാരിക്കുന്നു ബ്രഹ്മബാബ ബ്രഹ്മാവ് തന്നെയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് സമാനമായ ബ്രാഹ്മണ ആത്മാക്കൾക്കിടയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാദിയെ നിങ്ങൾ കണ്ടു. ദാദിയെ എല്ലാവരും സ്നേഹത്തോടെ എൻ്റെ ദാദി എന്ന് അനുഭവിച്ചു കൊണ്ടേയിരുന്നു. സർവഭാഗത്തും സ്വഭാവത്തിലും സംസ്കാരത്തിലും ഈ പഴയ ലോകത്തിൽ കഴിയുമ്പോഴും വേറിട്ടതും പ്രിയപ്പെട്ടതുമായിരുന്നു. എല്ലാവരും അവകാശത്തോടെ നമ്മുടെ ദാദി എന്ന് പറയുമായിരുന്നു. അപ്പോൾ കാരണം എന്താണ്? സ്വയം സ്വഭാവത്തിലും സംസ്കാരത്തിലും ഭാരരഹിതം, എല്ലാവർക്കും എൻ്റേതാണ് എന്ന അനുഭവം ഉണ്ടാക്കിച്ചു. അപ്പോൾ എക്സാമ്പിൾ ആയിരുന്നു. ജഗദംബയെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ ചിന്തിക്കുന്നു അത് ജഗദംബ തന്നെയായിരുന്നല്ലോ. എന്നാൽ ദാദി ബ്രാഹ്മണ പരിവാരത്തിലെ നിങ്ങളെപ്പോലെ സഹചാരിയായിരുന്നു. ദാദിയിൽ നിന്നും അഥവാ പുരുഷാർത്ഥത്തെക്കുറിച്ച് കേൾക്കുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ ദാദിയുടെ വായിൽ സദാ ഒരേ ഒരു വാക്കാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ കർമാതീതം ആകണം. കർമാതീതം ആകുന്നതിൻ്റെ താല്പര്യത്തിൽ മറ്റുള്ളവരെയും ഇതേ വാക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോ ബ്രാഹ്മണൻ്റെയും ലക്ഷ്യവും ലക്ഷണവും ഇപ്പോൾ ഇത് തന്നെയായിരിക്കണം. അങ്ങനെ തന്നെയാണ്, എന്നാൽ നമ്പർ അനുസരിച്ചാണ്. ഇപ്പോൾ ഫരിസ്ത ആവുക തന്നെ വേണം എന്ന താല്പര്യം ഉണ്ടായിരിക്കണം. ഫരിസ്ത എന്നാൽ ഈ ദേഹത്തിൽ നിന്നും, സാകാര ദേഹത്തിൽ നിന്നും വേറിട്ടത്, സദാ ലൈറ്റിൻ്റെ ദേഹധാരി. ഫരിസ്ത എന്നാൽ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവ്. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്,
മുഴുവൻ സൃഷ്ടിചക്രത്തിനുള്ളിലും ഒരേ ഒരു ബാബ്ദാദ മാത്രമാണ് ലഹരിയോട് പറയുന്നത്, എൻ്റെ ഓരോരോ കുട്ടിയും രാജാവായ കുട്ടിയാണ്, സ്വരാജ്യ അധികാരിയാണ്. അപ്പോൾ ഫരിഷ്ത എന്നാൽ സ്വരാജ്യ അധികാരി. ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരിയായ ആത്മാവ് ലൈറ്റിൻ്റെ രൂപധാരിയാണ്. ഇങ്ങനെയുള്ള ലൈറ്റിൻ്റെ ഡബിൾ ഭാരരാഹിത്യത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അഥവാ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അവരുടെ മസ്തകത്തിൽ ആത്മജ്യോതിയുടെ ബോധം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കാണപ്പെടും. ഇപ്പോൾ ഈ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യവും ലക്ഷണവും സദാ എമർജാക്കി വയ്ക്കൂ. ഏതുപോലെ ബ്രഹ്മബാബയിൽ കണ്ടിട്ടുണ്ട്, അഥവാ ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തുകയോ ദൃഷ്ടിയെടുക്കുകയോ ചെയ്യുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ എന്താണ് കാണപ്പെടുമായിരുന്നത്? ലാസ്റ്റിൽ ബ്രഹ്മബാബ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മധുരമായ അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അനുഭവപ്പെട്ടിരുന്നു. എത്ര തന്നെ സർവീസിൻ്റെ സമാചാരം ഉണ്ടായിരുന്നാലും മറ്റുള്ളവരെയും സെക്കൻഡിൽ അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. അഥവാ ഏതൊരു മുരളി ചെക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ഞാൻ അശരീരി ആത്മാവാണ് എന്ന ആത്മാവിൻ്റെ പാഠം ഒരേ മുരളിയിൽ എത്ര തവണ ഓർമ്മ വരുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ സമയമനുസരിച്ച് ചെറിയ ചെറിയ വിസ്താരത്തിൻ്റെ കാര്യങ്ങളും സ്വഭാവ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളും അശരീരി അവസ്ഥയിൽ നിന്നും ദൂരെയാക്കുന്നു. ഇപ്പോൾ ഇതിൽ പരിവർത്തനം ആവശ്യമാണ്. ബാബ്ദാദ കണ്ടു സേവനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സേവനത്തിനു വേണ്ടി മെജോറിറ്റിക്കും ഉന്മേഷവും ഉത്സാഹവും ഉണ്ട്. പ്ലാനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സന്ദേശം നൽകുക എന്നതും ആവശ്യമാണ്. ബാബ്ദാദ ഇന്നും ഭിന്ന ഭിന്ന വിഭാഗങ്ങളുടെ ഭിന്ന ഭിന്ന സ്ഥാനങ്ങളുടെയും സേവനത്തിൻ്റെ നല്ല റിസൾട്ട് കണ്ടു. എന്നാൽ സേവനത്തോടൊപ്പം അശരീരി സ്ഥിതിയുടെ അന്തരീക്ഷം പ്രയത്നം കുറയ്ക്കുകയും പ്രഭാവം കൂടുതലാക്കുകയും ചെയ്യും. കേട്ട കാര്യങ്ങൾ നല്ലതായി തോന്നുന്നുണ്ട്, എന്നാൽ അന്തരീക്ഷത്തിലൂടെയും അശരീരി സ്ഥിതിയുടെ ദൃഷ്ടിയിലൂടെയും അനുഭവം തരുന്നു. അനുഭവം മറക്കുന്നില്ല. അപ്പോൾ ഫരിസ്ത സ്ഥിതിയുടെ തരംഗം ഇപ്പോൾ സേവനത്തിൽ വിശേഷിച്ച് ഉൾപ്പെടുത്തൂ. ശാന്തിയുടെയോ സന്തോഷത്തിൻ്റെയോ സുഖത്തിൻ്റെയോ ആത്മീയ സ്നേഹത്തിൻ്റെയോ ഏതെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാക്കിക്കൂ. പെരുമാറ്റത്തിലെ സ്നേഹവും സൽക്കാരവും സംബന്ധത്തിൽ നിന്നും പരിവാരത്തിൽ നിന്നും അനുഭവം നേടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഫീലിങ്ങും ശാന്തിയുടെ ആത്മീയ ലഹരിയും ഇപ്പോൾ വായുമണ്ഡലത്തിലൂടെയും വൈബ്രേഷനിലൂടെയും എന്നത് വിശേഷിച്ച് അറ്റൻഷനിൽ വയ്ക്കൂ. വിശേഷ അനുഭവം നൽകൂ. ഏതെങ്കിലും വിശേഷ അനുഭവം ഉണ്ടാക്കിക്കൂ. ഏതുപോലെ സിസ്റ്റത്തിൽ പ്രഭാവിതമായി പോകുന്നു. ഇങ്ങനെയുള്ള പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ സിസ്റ്റം എവിടെയും ലഭിക്കുന്നില്ല. ഇതേപോലെ ഏതെങ്കിലും ശക്തിയുടെ ഏതെങ്കിലും പ്രാപ്തിയുടെ അനുഭവം നേടിക്കൊണ്ടു പോകണം. ഇപ്പോൾ 70-72 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഇത്രയും സമയത്തെ റിസൾട്ടിൽ എന്താണ് കണ്ടത്? പ്രയത്നം ചെയ്തു. എന്നാൽ ഇപ്പോൾ വരെയും ബ്രഹ്മകുമാരിമാർ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മകുമാരിമാരുടെ ജ്ഞാനം നല്ലതാണ് എന്നതാണ്. നൽകുന്നവൻ ആരാണ്? നടത്തിക്കുന്നവൻ ആരാണ്? സോഴ്സ് ആരാണ്? നിങ്ങളെല്ലാവരിൽ നിന്നും ബാബ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇവരുടെ ബാബയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ എൻ്റേതും അതേ ബാബയാണ് എന്ന ബാബയുടെ പ്രത്യക്ഷത ഇപ്പോൾ ഗുപ്ത രൂപത്തിലാണ്. ബാബ ബാബ എന്ന് പറയുന്നു. എന്നാൽ എൻ്റെ ബാബ
ഞാൻ ബാബയുടേതാണ്, ബാബ എൻ്റേതാണ്. ഇത് കോടിയിൽ ചിലരുടെ വായിൽ നിന്നും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സംഗമയുഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളെല്ലാ ആത്മാക്കളുടെയും പിതാവ് വന്നു കഴിഞ്ഞു. സമ്പത്ത് പിതാവിലൂടെയാണല്ലോ ലഭിക്കുക. ആ പ്രഭാവം ഫരിസ്ത അവസ്ഥയിലൂടെ വായുമണ്ഡലത്തിൽ വ്യാപിക്കും. ഇവരുടെ ദൃഷ്ടിയിലൂടെ ലൈറ്റ് ലഭിക്കുന്നു. ഇവരുടെ ദൃഷ്ടിയിൽ ആത്മീയതയുടെ ലൈറ്റ് കാണപ്പെടുന്നു. അതിനാൽ ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ഈ ലക്ഷ്യം വയ്ക്കൂ. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭവത്തെ വർദ്ധിപ്പിക്കൂ. അശരീരി അവസ്ഥയുടെ അനുഭവം വർദ്ധിപ്പിക്കൂ. സെക്കൻഡിൽ ഏതൊരു സങ്കല്പത്തെയും സമാപ്തമാക്കുന്നതിലും സ്വഭാവ സംസ്കാരത്തിലും ഡബിൾ ലൈറ്റ്. പല കുട്ടികളും പറയുന്നു, നമ്മൾ ഭാരരഹിതമായാണ് ഇരിക്കുന്നത്, എന്നാൽ നമ്മളെ ആരും അറിയുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഡബിൾ ലൈറ്റ് ഫരിസ്തയാണെങ്കിൽ ഡബിൾ ലൈറ്റിൻ്റെ ലൈറ്റ് മറഞ്ഞിരിക്കുക സാധ്യമാണോ? ചെറിയൊരു സ്ഥൂലമായ ലൈറ്റ് ടോർച്ചായാലും തീപ്പെട്ടിക്കൊള്ളിയായാലും ലൈറ്റ് എവിടെ കത്തിയാലും മറഞ്ഞിരിക്കുകയില്ല. ഇതാണെങ്കിൽ ആത്മീയ ലൈറ്റാണ്. അപ്പോൾ തൻ്റെ വായുമണ്ഡലത്തിലൂടെ അവരെ അനുഭവം ചെയ്യിപ്പിക്കൂ. ഇവർ ആരാണ്? ജഗദംബയായാലും ദാദിയായാലും എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. തൻ്റെ വായുമണ്ഡലത്തിലൂടെ സർവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അതിനാലാണ് ദാദിയുടെ ഉദാഹരണം നൽകുന്നത്. കാരണം ബ്രഹ്മബാബയുടെ കാര്യത്തിലും ചിന്തിക്കുന്നു, ബ്രഹ്മബാബ ശിവ് ബാബയുടേതായിരുന്നല്ലോ എന്ന്. ശിവ് ബാബയുടെ കാര്യത്തിലും ചിന്തിക്കുന്നു, ആ ഒന്നാണെങ്കിൽ നിരാകാരമാണ്, വേറിട്ടവനും നിരാകാരവുമാണ്. നമ്മളാണെങ്കിൽ സ്ഥൂല ശരീരധാരിയാണ്. ഇത്രയും വലിയ സംഘടനയിൽ കഴിയുന്നവരാണ്. ഓരോരുത്തരുടെയും സംസ്കാരങ്ങൾക്ക് നടുവിൽ കഴിയുന്നവരാണ്. സംസ്കാരങ്ങളെ യോജിപ്പിക്കുക എന്നാൽ ഫരിസ്തയാവുക എന്നർത്ഥം. സംസ്കാരത്തെ കണ്ട് പല കുട്ടികളും നിരാശമായി പോവുകയും ചെയ്യുന്നു. ബാബ വളരെ നല്ലതാണ്, ബ്രഹ്മ ബാബ വളരെ നല്ലതാണ്, ജ്ഞാനം വളരെ നല്ലതാണ്, പ്രാപ്തികൾ വളരെ നല്ലതാണ്. എന്നാൽ സ്വഭാവ സംസ്കാരം യോജിക്കുക എന്നാൽ സർവർക്കും പ്രിയപ്പെട്ടവരാവുക എന്നർത്ഥം. ചിലർക്ക് പ്രിയപ്പെട്ടവർ എന്നത് പാടില്ല. കാരണം പല കുട്ടികളും പറയുന്നു, ചിലരോട് സ്നേഹം വിശേഷതയെ കണ്ടിട്ടും ഉണ്ടാകുന്നുവെന്ന്. ഇവരുടെ പ്രഭാഷണം വളരെ നല്ലതാണ്, ഇവരിലെ ഇന്ന വിശേഷത വളരെ നല്ലതാണ്, സംസാരം വളരെ നല്ലതാണ്. ഫരിസ്തയാകുന്നതിൽ ഈ വിഘ്നം വരുന്നു. പ്രിയപ്പെട്ടവരാക്കിക്കൊള്ളൂ, എന്നാൽ ഞാൻ ആത്മാവ് വേറിട്ടതാണ്. വേറിട്ട സ്ഥിതിയിലൂടെ പ്രിയപ്പെട്ടവരാക്കൂ. വിശേഷതകൾ കാരണം പ്രിയപ്പെട്ടവർ അല്ല. ഇവരുടെ ഈ ഗുണം എനിക്ക് വളരെ നല്ലതായി തോന്നുന്നു, അത് ധാരണ ചെയ്തുകൊള്ളൂ. എന്നാൽ ഇത് കാരണം കേവലം പ്രിയപ്പെട്ടവരാകുന്നത് റോങ് ആണ്. ഫരിസ്ത എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോരുത്തരും എൻ്റേത് എന്ന് പറയണം, എൻ്റേതാണെന്ന ഭാവം അനുഭവപ്പെടണം. ഇങ്ങനെയുള്ള ഫരിസ്ത അവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ വിഘ്നമിടുന്നു. ഒന്ന്, ദേഹബോധം. അത് നാച്ചുറലായി എല്ലാവർക്കും അനുഭവമുള്ളതാണ്. 63 ജന്മത്തെ ദേഹബോധം വീണ്ടും വീണ്ടും പ്രകടമാകുന്നു. രണ്ടാമത്തേതാണ് ദേഹാഭിമാനം. ദേഹബോധവും ദേഹാഭിമാനവും. ജ്ഞാനത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അപ്പോൾ സ്വയം പ്രതിയും ഇടയ്ക്കിടയ്ക്ക് ദേഹാഭിമാനം വന്നു പോകുന്നു. ഈ അഭിമാനം താഴെ വീഴ്ത്തുന്നു. ദേഹാഭിമാനം എന്താണ് വരുന്നത്? ഏതെങ്കിലും വിശേഷതയുണ്ടല്ലോ, ആ വിശേഷത കാരണം അഭിമാനമുണ്ടായിരിക്കും.
ഞാൻ കുറഞ്ഞതൊന്നുമല്ല. എൻ്റെ പ്രഭാഷണം എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. എൻ്റെ സേവനത്തിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. ഏതെങ്കിലും കല, എൻ്റെ ഹാൻഡിലിംഗ് വളരെ നല്ലതാണ്. ഞാൻ കോഴ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ജ്ഞാനത്തിൽ മുന്നോട്ട് പോകുന്നതിൽ, സേവനത്തിൽ മുന്നോട്ട് പോകുന്നതിലും ഈ ഏതെങ്കിലുമൊക്കെ അഭിമാനം തന്നെ പ്രതിയും വരുന്നു. മറ്റുള്ളവരുടെ ഗുണം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ വിശേഷത്തെ പ്രതിയും സ്നേഹം ഉണ്ടാകുന്നു. എന്നാൽ ആര് ഓർമ്മ വരും? ദേഹാഭിമാനം തന്നെ ഓർമ്മ വരുമല്ലോ. ഇന്നയാളുടെ ബുദ്ധി വളരെ നല്ലതാണ്, എൻ്റെ ഹാൻഡ്ലിംഗ് വളരെ നല്ലതാണ്. ഈ അഭിമാനം സേവനത്തിലും പുരുഷാർത്ഥത്തിലും മുന്നോട്ട് പോകുന്നവർക്ക് അഭിമാനത്തിൻ്റെ രൂപത്തിൽ വരുന്നു. അപ്പോൾ ഇതും ചെക്ക് ചെയ്യണം. അഭിമാനം ഉള്ളവർക്ക് അഭിമാനം ഉണ്ടോ എന്നത് ചെക്ക് ചെയ്യുവാനുള്ള ഉപാധിയുണ്ട്. അഭിമാനം ഉള്ളവരെ അല്പമെങ്കിലും ആരെങ്കിലും അപമാനിച്ചാൽ അവരുടെ വിചാരങ്ങളുടെ, അവരുടെ അഭിപ്രായത്തിൻ്റെ, അവരുടെ കലയുടെ, അവരുടെ ഹാൻഡിലിങ്ങിൻ്റെ അപമാനം വളരെ പെട്ടെന്ന് അനുഭവപ്പെടും. അപമാനം അനുഭവപ്പെട്ടുവെങ്കിൽ അതിൻ്റെ സൂക്ഷ്മ അടയാളമായ ക്രോധത്തിൻ്റെ അംശം ജനിക്കുന്നു, അധികാരഭാവം. അത് ഫരിഷ്തയാകുവാൻ അനുവദിക്കില്ല. അപ്പോൾ വർത്തമാന സമയത്തിൻ്റെ കണക്കനുസരിച്ച് ബാബ്ദാദ വീണ്ടും സൂചന നൽകുകയാണ്. തൻ്റെ സംഗമയുഗത്തിൻ്റെ ലാസ്റ്റ് സ്വരൂപമായ ഫരിഷ്ത ഇപ്പോൾ ജീവിതത്തിൽ പ്രത്യക്ഷമാക്കൂ, സാകാരത്തിൽ കൊണ്ടുവരൂ. ഫരിഷ്ത ആകുന്നതിലൂടെ അശരീരിയാകുന്നത് വളരെ സഹജമാകും. തൻ്റെ ചെക്കിംഗ് ചെയ്യൂ. തൻ്റെ വിശേഷതയോടോ ആരുടെയെങ്കിലും വിശേഷതയോടോ സൂക്ഷ്മരൂപത്തിലെങ്കിലും ഏതെങ്കിലും മോഹമോ അഭിമാനമോ ഇല്ലല്ലോ. പല കുട്ടികളുടെയും അവസ്ഥ എന്തെന്നാൽ ചെറിയൊരു കാര്യം പോലും ഉണ്ടാവുകയാണെങ്കിൽ കീഴ്മേലാകുന്നു. മനസ്സന്തോഷം, സന്തോഷമുള്ള മുഖം, അതിന് പകരം ചിന്തയിലാണ്ട മുഖവും ആശങ്കയുള്ള മുഖവും ആയി മാറുന്നു. മുന്നോട്ട് പോകവേ നിരാശയുള്ളവരുമാകുന്നു. മനസ്സന്തോഷത്തിന് പകരം നിരാശ. അപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ തൻ്റെ സംഗമയുഗത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജായ ഫരിസ്ത സ്റ്റേജിൻ്റെ സംസ്കാരം എമർജ് ചെയ്യൂ. ഏതുപോലെ ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്, ഫാദറിനെ ഫോളോ ചെയ്യണമല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കെ ലാസ്റ്റിൽ പല കുട്ടികൾക്കും ഈ അനുഭവമുണ്ട്. വന്നത് സമാചാരം കേൾപ്പിക്കുവാൻ, എന്നാൽ സമാചാരത്തിനും ഉപരി, ശബ്ദത്തിനുപരി സ്ഥിതിയുടെ അനുഭവം ചെയ്തതായി കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളുടെയും സമാചാരം കേൾപ്പിക്കുവാൻ ധാരാളം പ്ലാൻ ഉണ്ടാക്കുവാൻ വരുന്നു. ഇത് പറയട്ടെ, ഇത് പറയട്ടെ, ഇത് ചോദിക്കട്ടെ എന്ന്. പക്ഷേ മുന്നിൽ വരുമ്പോൾ എന്താണ് പറയേണ്ടിയിരുന്നത് അത് മറന്നു പോകുന്നു. അപ്പോൾ ഇതാണ് ഫരിസ്ത അവസ്ഥ. അപ്പോൾ ഇന്ന് എന്ത് പാഠം ഉറപ്പിച്ചു? ഞാൻ ആരാണ്? ഫരിസ്ത. ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്നും, ആരുടെയെങ്കിലും വിശേഷതകളിൽ നിന്നും, അഥവാ തൻ്റെ വിശേഷതയിൽ നിന്നും, ദേഹാഭിമാനത്തിൽ നിന്നും ഉപരി ഡബിൾ ലൈറ്റ് ഫരിസ്ത. കാരണം ഫരിസ്തയാകാതെ ദേവതയുടെ ഉയർന്ന പദവി ലഭിക്കുകയില്ല. സത്യയുഗത്തിലാണെങ്കിൽ വരും. കാരണം കുട്ടിയായി മാറിക്കഴിഞ്ഞു. സമ്പത്ത് ലഭിക്കും, എന്നാൽ ശ്രേഷ്ഠ പദവി ഉണ്ടായിരിക്കില്ല. വാഗ്ദാനം ഇതാണ്: സദാ കൂടെയിരിക്കും, ഒരുമിച്ച് രാജ്യം ഭരിക്കും. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ പോലും രാജ്യ അധികാരിയാകണം. അവിടെയുള്ള രാജ്യസഭ കണ്ടിട്ടുണ്ടല്ലോ. ആരെല്ലാം രാജ്യസഭയിലെ അധികാരിയാണോ അവർ തിലകധാരിയും കിരീടധാരിയുമാണ്. രാജ്യത്തിൻ്റെ തിലകവും രാജ്യത്തിൻ്റെ അടയാളമായ കിരീടവും.
അപ്പോൾ വളരെ കാലമായി സ്വരാജ്യ അധികാരി, ഇടയ്ക്കിടയ്ക്കെല്ലാം വളരെ കാലത്തെ സ്വരാജ്യ അധികാരി സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ പോലും റോയൽ ഫാമിലിയിലെ അധികാരിയായി മാറുന്നു. ശരി. ഇന്ന് ആരാണോ ആദ്യമായി വന്നവർ അവർ എഴുന്നേൽക്കൂ. ശരി. സഭയുടെ 3/4 ഭാഗവും എഴുന്നേറ്റിരിക്കുകയാണ്. ശരി. ആരെല്ലാമാണോ ആദ്യമായി വന്നിരിക്കുന്നത് അവർക്കെല്ലാവർക്കും ബാബയുമായി സാകാരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെയും ആദ്യത്തെ തവണത്തെ ആദ്യമായി വന്നതിൻ്റെയും ജന്മത്തിൻ്റെ ആശംസകൾ. വന്നു ചേർന്ന എല്ലാ കുട്ടികൾക്കും ബാപ്ദാദയുടെ വരദാനം ഇതാണ്. ടൂ ലേറ്റിൻ്റെ സമയത്താണ് വന്നതെങ്കിലും പുതിയതായി വന്ന കുട്ടികളെ പ്രതി ഒരു വിശേഷ വരദാനമുണ്ട്. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരിക്കലും സങ്കല്പിക്കരുത്. ടൂ ലേറ്റായി വരുന്നവർക്ക് ഇപ്പോൾ ലേറ്റായി വന്നിരിക്കുകയാണ്. ടൂ ലേറ്റിലല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കേവർക്കും വിശേഷിച്ച് ബാപ്ദാദയുടെയും നിമിത്തമായിരിക്കുന്ന ബ്രാഹ്മണ പരിവാരത്തിലെ സഹോദരന്മാരുടെയും വിശേഷ സഹയോഗത്തിൻ്റെ ഭാവനയുണ്ട്. അഥവാ താങ്കൾ ചുരുങ്ങിയ സമയത്തെ ഓരോരോ സെക്കൻഡിനെ സഫലമാക്കുകയാണെങ്കിൽ, കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം നേടേണ്ടതുണ്ട്. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥമായി പാഴാക്കരുത്. കർമ്മയോഗിയായി നടക്കണം. കർമ്മം ഉപേക്ഷിക്കരുത്. എന്നാൽ കർമ്മത്തിൽ യോഗം ആഡ് ചെയ്തുകൊണ്ട് കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കണം. അപ്പോൾ ബാലൻസ് വയ്ക്കുന്നവർക്ക് ബ്ലെസ്സിങ് എക്സ്ട്രാ ലഭിക്കുന്നു. ആരെല്ലാമാണോ ലേറ്റായി വന്നിരിക്കുന്നത്, ടു ലേറ്റ് ഇപ്പോൾ ഭാവിയിൽ വയ്ക്കാൻ പോകുന്നു. താങ്കൾക്ക് ചാൻസ് ഉണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം പുരുഷാർത്ഥം ചെയ്യുവാൻ സാധിക്കും. ബാബ്ദാദ വരദാനം നൽകുകയാണ്. ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുക തന്നെ ചെയ്യും. 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികൾക്കും ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ, കോടി മടങ്ങ് അനുമോദനങ്ങളും ആശംസകളും നൽകുകയാണ്. വരുന്നവരാകട്ടെ അഥവാ ആരെല്ലാം കത്തും ഇമെയിലും അയക്കുന്നുവോ അവരുടേത് സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. അവർക്കും ബാബ്ദാദയുടെ ദാഹിക്കുന്നവരായ ആത്മാക്കൾക്കും ബന്ധനസ്ഥർക്കും ആരാണോ മർദ്ദനത്തെ പോലും കഴുത്തിലെ മാലയാക്കി മാറ്റുന്നത്, ഇങ്ങനെയുള്ള ആത്മാക്കൾക്കും സ്നേഹസ്മരണകൾ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സ്നേഹി ആത്മാക്കൾക്കും. എന്നാൽ കുറവാണ്. സ്നേഹിയും സഹയോഗിയും രണ്ടും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 4 ഭാഗത്തുമുള്ള എല്ലാ യുവാക്കൾക്കും വൃദ്ധർക്കും കുട്ടികൾക്കും മാതാക്കൾക്കും പാണ്ഡവർക്കും എല്ലാവർക്കും ആശംസകൾ. ശരി. വരദാനം. സാകാരവും നിരാകാരവുമായ ബാബയുടെ കൂട്ടുകെട്ടിലൂടെ ഓരോ സങ്കല്പത്തിലും വിജയിയാകുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. നിരാകാര ആത്മാവും സാകാര ശരീരവും രണ്ടിൻ്റെയും ബന്ധത്തിലൂടെ ഓരോ കാര്യവും എങ്ങനെയാണോ ചെയ്യുവാൻ സാധിക്കുന്നത്, അതേപോലെ തന്നെ നിരാകാരവും സാകാരവുമായ ബാബ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് അഥവാ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ കർമ്മവും സങ്കല്പവും ചെയ്യൂ. അപ്പോൾ സഫലതാമൂർത്തിയായി മാറും. കാരണം എപ്പോഴാണോ ബാബ്ദാദ മുന്നിലുള്ളത് അപ്പോൾ തീർച്ചയായും ആ ഒന്നിലൂടെ വെരിഫൈ ചെയ്യിച്ച് നിശ്ചയത്തോടെയും നിർഭയതയോടെയും ചെയ്യും. ഇതിലൂടെ സമയവും സങ്കല്പവും ലാഭിക്കും. യാതൊന്നും വ്യർത്ഥമായി പോവുകയില്ല. ഓരോ കർമ്മവും സ്വതവേ സഫലമാകും. സ്ലോഗൻ. ആത്മീയ സ്നേഹം സമ്പത്തിനേക്കാളും അധികം മൂല്യമുള്ളതാണ്. അതിനാൽ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമാകൂ. അവ്യക്ത സൂചന.
ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ധർമ്മസത്ത ഉള്ളവരുടെ മുന്നിൽ പവിത്രതയുടെ ശക്തി, രാജ്യസത്ത ഉള്ളവരുടെ മുന്നിൽ ഏകതയുടെ ശക്തിയെ തെളിയിക്കൂ. ഈ രണ്ട് ശക്തികളെയും തെളിയിക്കുന്നതിലൂടെ ഈശ്വരീയ ശക്തിയുടെ കൊടി വളരെ സഹജമായി പറക്കും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും നേർക്ക് വിശേഷ അറ്റൻഷൻ ആവശ്യമാണ്. എത്രത്തോളം പ്യൂരിറ്റിയുടെയും യൂണിറ്റിയുടെയും ശക്തിയിലൂടെ അവരുടെ സമീപ സമ്പർക്കത്തിൽ വന്നുകൊണ്ടിരിക്കുമോ അത്രയും അവർ സ്വയം തന്നെ അതായത് നമ്മുടെ വർണ്ണന ചെയ്യുവാൻ തുടങ്ങും. ഓം ശാന്തി. പരമപിതാവിൻ പരിലാളനം, അറിവാമൃതിൻ പരിപാലനം. പരമപിതാവിൻ പരിലാളനം, അറിവാമൃതിൻ പരിപാലനം. പരമാത്മാസ്മൃതിയുടെ സുഖപാലനം, സംഗമയുഗമതിൻ വരദാനം. പരമപിതാവിൻ പരിലാളനം, അറിവാമൃതിൻ പരിപാലനം. ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. കനകമയമായ പുതുജീവിതം കാൺമവർക്കെല്ലാം കൗതുകം.